ഇന്ന് നമ്മളൊരു ഈസി ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. കുറേ കാലം മുമ്പ് എല്ലാവരൊക്കെ ഉണ്ടാക്കി വരുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. പുളിവാളം എന്നാണ് ഇതിന് പറയുന്നത്. ഏകദേശം പുളിവാരൽ എന്നിട്ട് നമ്മളൊരു ഇതിൻ്റെ ഒരു സ്വീറ്റ് വേർഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് നല്ല കറിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഏകദേശം നമ്മുടെ മുട്ട സുർക്കയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പുളിവാളം റെഡിയാക്കാനായിട്ട് 1 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml ഒരു കപ്പാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട്. ജീരകശാല അരി വേണം നിർബന്ധമില്ല. 1.5 കപ്പ് നിങ്ങൾക്ക് മുഴുവനും സാധാ പച്ചരി തന്നെ വെച്ച് ചെയ്താലും മതി. ഞാൻ പച്ചരി വെച്ചിട്ട് തന്നെ ചെയ്യലുണ്ട്. പിന്നെ ജീരകശാല റൈസ് ഉണ്ടെങ്കിൽ വേറെ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ അത്രയേ ഉള്ളൂ, ഉണ്ടെങ്കിൽ എടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു 4-5 മണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ നന്നായിട്ട് കുതിർന്നതിന് ശേഷം കഴുകി ഊറ്റിയെടുത്തിട്ടുള്ള അരിയാണിത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. എടുക്കുന്ന സമയത്ത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് തന്നെ എടുക്കുക കേട്ടോ. കാരണം അല്ലെങ്കിൽ അരിയിലെ വെള്ളവും പിന്നെ നമ്മൾ ചേർക്കുന്ന വെള്ളം എല്ലാം കൂടെ കൂടിയിട്ട് മാവ് ഭയങ്കര ലൂസായി പോകും. ലൂസായി പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഇത്തിരി ടൈറ്റ് ആണെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ച് ലൂസാക്കാമല്ലോ. ഇതിൻ്റെ കൂടെ 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് വേവിച്ചിട്ടുള്ള ചോറ്. ഏത് ചോറായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ പൊന്നിയരിൻ്റെ ചോറായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇത് അരയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ശരിക്കും 1 കപ്പ് അരിക്ക് 1 മുട്ട വേണം. നമ്മളിപ്പോൾ ഇവിടെ 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എടുത്തിട്ടുള്ള മുട്ട കുറച്ച് വലുതായതുകൊണ്ട് തന്നെ 1 ഇപ്പോൾ എടുക്കുന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ 1 എടുക്കാം. പിന്നെ 1 മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു പകുതി വേണമെങ്കിലും എടുക്കാം. ചെറിയ മുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ആണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1/4 അല്ലെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര. ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടി മാത്രമാണ്, ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് തന്നെ മതിയാകും. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടെ ചേർക്കുക. ഒരുപാട് വെള്ളം വേണ്ട. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം എടുക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ 2 മുട്ട എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം വേണ്ടി വരില്ല. 1/4 കപ്പും കുറച്ചുകൂടെ കൂടുതലേ വേണ്ടി വരുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 1 മുട്ടയാണല്ലോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/2 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. ഒന്നിച്ച് ഒഴിച്ച് അരയ്ക്കേണ്ട, നോക്കിയിട്ട് അരച്ചാൽ മതി, ഒഴിച്ചാൽ മതി. പിന്നെ ഒന്നിച്ച് മിക്സിയിൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അത് പ്രത്യേകം നോക്കണം. ഇപ്പോൾ നന്നായിട്ട് അരിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ലൂസിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 അപ്പമൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ലൂസ് അത് കഴിച്ചു നോക്കുന്ന സമയത്ത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിന് ശേഷം വെള്ളം ഒഴിച്ച് ലൂസാക്കിയാൽ മതി. അതായത് നമുക്കിത് കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് ഒഴിക്കുന്ന സമയത്ത് ഒരു പുളിയുടെ ഷേപ്പിലൊക്കെ ഇങ്ങനെ ഈസി ആയിട്ട് ഒഴിക്കാനായിട്ട് പറ്റണം. ശരിക്കും ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ ഈ ഷേപ്പ് കൊണ്ടാണ് കേട്ടോ ഈ ഒരു പുളിവാളം എന്നുള്ള പേര് തന്നെ വന്നിട്ടുള്ളത്. അപ്പം ഈ സമയത്ത് വെള്ളം ചേർക്കേണ്ട. വേണമെങ്കിൽ പിന്നെ 1-2 ടേബിൾ സ്പൂൺ ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 നുള്ളു സോഡാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ല കേട്ടോ. സോഡാപ്പൊടി ഇല്ലെങ്കിലും നന്നായിട്ട് അങ്ങനെ പൊങ്ങി കിട്ടും. കാരണം മുട്ട ചേർത്തിട്ടാണല്ലോ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടെക്സ്ചറായിട്ട് തോന്നിയിട്ടുണ്ട് 1 നുള്ളു സോഡാപ്പൊടി ചേർക്കുന്ന സമയത്ത്. വേണമെങ്കിൽ മാത്രം ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ടൈറ്റ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിന് പകരമായിട്ട് 1 മുട്ട ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ 1 മുട്ട പൊടിച്ചിട്ട് അതിൻ്റെ ഒരു പകുതി കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും, കുറച്ചുകൂടി സോഫ്റ്റും കാര്യങ്ങളും കൂടുതൽ കിട്ടിക്കോളും. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കോൺ ഷേപ്പിലുള്ള കവർ, അതായത് നമ്മുടെ ഐസിങ് ബാഗോ സിബ്ലോക്ക് ബാഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ചൂടാക്കിയതിന് ശേഷം ഇതുപോലൊരു കവറിലാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗം അങ്ങ് വെട്ടിയിട്ട് ഇതാക്കിയാൽ മതി. ബാക്ക് സൈഡിൽ ഞാൻ ചെറിയൊരു റബ്ബർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു എളുപ്പത്തിന്, നിർബന്ധമൊന്നുമില്ല, നമുക്ക് കംഫർട്ടായിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ അടുത്ത് തന്നെ ഒരു പ്ലേറ്റും വെച്ച് കൊടുക്കുക. കാരണം നമ്മളിത് കവറിൻ്റെ സൈഡ് വെട്ടി കഴിഞ്ഞാൽ പിന്നെ മാവ് ഇങ്ങനെ പുറത്തേക്ക് പോകുമല്ലോ. അപ്പോൾ അത് ഇതുപോലെ അങ്ങ് ചെരിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവായിക്കോളും. ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഷേപ്പ് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ പുളിവാളം എന്ന് പറയുന്നത് തന്നെ പുളിയുടെ ഒരു ഷേപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു ഷേപ്പാണ്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് കഴിയുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ അങ്ങ് ഒഴിച്ചെടുക്കുക കേട്ടോ. എണ്ണയിലേക്ക് മാവ് ഒഴിക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. കാരണം ഇങ്ങനെ പൊങ്ങി വരികയും ചെയ്യും, ഉൾഭാഗമൊക്കെ പെട്ടെന്ന് റെഡിയാവുകയും ചെയ്യും. അത്യാവശ്യം ഒന്ന് പൊങ്ങി വന്ന് ഒരു സൈഡ് റെഡി ആകുമ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് 2 സൈഡും വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 ഭാഗവും നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ചുവന്ന കളറാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കറക്റ്റ് അങ്ങ് കുക്കായാൽ മതി. ഒരുപാട് കളർ മാറാൻ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ട് ഭയങ്കര ഹാർഡായി പോകും.
അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പഴംപൊരിയൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ആയിരിക്കട്ടെ, കുറച്ചിങ്ങനെ പരത്തി അങ്ങ് ഒഴിച്ചെടുക്കുകയാണെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. കാണുന്ന സമയത്ത് ഒരു ഷേപ്പ് ഇല്ല എന്നുള്ളൂ, പക്ഷെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ കറി ബീഫ് കറിയൊക്കെ ആണെങ്കിൽ സൂപ്പർ കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഒരേ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്ത് നോക്കാവുന്നതാണിത്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ പുതുമയുള്ള റെസിപ്പി ഒന്നല്ല കേട്ടോ, പണ്ട് മുതലേ ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷെ എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുതേ. പിന്നെ ഇന്ന് നിങ്ങളായിട്ടൊരു സന്തോഷം കൂടി പങ്കുവെക്കാനുണ്ട്. നമ്മളെ സലു കിച്ചൻ സമീറത്ത് ദുബായിൽ വന്നിട്ടുണ്ടല്ലോ 2 ദിവസമായിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഞാനും പോയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ട് ദുബായിൽ പോയി കണ്ടിരുന്നു. എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. ശരിക്കും നേരിട്ട് കാണുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് മോളൊക്കെ ആയിട്ട് ഇരുന്നിട്ട് എടുത്തിട്ടുണ്ട് ഫോട്ടോസാണ് കേട്ടത്. ഞാൻ പിന്നെ ഇതുവരെ വീഡിയോയിൽ വരാത്തത് കൊണ്ട് വീഡിയോസൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല, ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ മോളൊക്കെ ആയിട്ട് ഇരുന്ന ഫോട്ടോസാണിത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടോ സമീറത്താനെ കണ്ട സമയത്ത്. നമ്മൾ ശരിക്കും സലു കിച്ചൺ അല്ലെങ്കിൽ സലു പ്ലസിൽ എന്നും കാണുന്ന സമീറത്തെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് നേരിട്ട് കണ്ട സമയത്തും തോന്നിയിട്ടുള്ളത്. ഒന്നും പറയാനില്ല, അത് തന്നെയാണ് ശരിക്കും. അവരുടെ ഫാമിലി എന്ന് പറയുന്നത് ശരിക്കും ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. പിന്നെ നമ്മുടെ സൽമാനും ഉണ്ടായിരുന്നു അവരുടെ കൂടെ. അപ്പോൾ ഇവരെ ഒന്നിച്ച് കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. അപ്പോൾ എന്താ പറയുക, എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്